മാത്രമല്ല, എനിക്ക് കുടിക്കാൻ വെള്ളമില്ല. എൻ്റെ കിണറ്റിലെ വെള്ളം വറ്റി കുടിക്കാൻ വെള്ളമില്ലാതെ ഞാൻ അടുത്ത വീട്ടിൽ പോയി വെള്ളം ചോദിച്ചപ്പോൾ അവർക്ക് മോട്ടറിൽ വെള്ളം അടിച്ച് കറണ്ട് ഒരുപാട് ആകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വെള്ളം തന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ കുട്ടികളും കൂടി തിരിച്ചു വന്നു. ഞാൻ അമ്മയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയും തിരുകുമാരൻ്റെയും പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് വെഞ്ചരിച്ച തേനിരിക്കുകയായിരുന്നു. ആ തേനെടുത്തുകൊണ്ട് പോയി ഞാൻ എൻ്റെ കിണറ്റിലൊഴിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നടന്ന അമ്മ മാതാവേ, എനിക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ എൻ്റെ കുട്ടികളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചു. അങ്ങനെ തിരിഞ്ഞു നടന്നപ്പോൾ കിണറ്റിലൊരു ഭയങ്കര ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇനി ഉരണതും വല്ലതും കേട്ട് വീണാ എന്തായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ അടുപ്പത്ത് അരിയിട്ട് തിളയ്ക്കുന്നത് മാതിരി എൻ്റെ കിണറ്റിൽ വെള്ളം പൊന്തി കുമ്പളയിട്ട് കയറുന്നു.